നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 4-5 മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്ഥനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ ആശ്വാസത്തോടുകൂടി തന്നെ സുഹൃക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു. ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സുഹൃക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ സുഹൃക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. മകേരം, ചിത്ര, അവിട്ടം. ഈ 3 നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ. നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരം നക്ഷത്രം അവസാനത്തെ 30 നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ്, ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും. നേരെ മറിച്ച് മകേരം ഇടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും. അപ്രകാരം ചിത്ര നക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ്, സ്ത്രീ രാശിയാണ്, വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പിടിവാശിക്കാരും ഒക്കെയായിരിക്കും, പക്ഷേ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും. അപ്രകാരം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിലുള്ള ഉടമസ്ഥരായിരിക്കും. കുംഭൻ രാശി അവസാനത്തെ 30 നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം, സ്വകാര്യത കാത്തു സൂക്ഷിക്കും, വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും. അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു. അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ ചൊവ്വ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ചൊവ്വ 2025 ജൂൺ മാസം 7-ാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത്? ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. ആ ചൊവ്വ തന്നെ 51 ദിവസം, അതായത് 2025 ജൂലൈ 28 വരെ എവിടെയുണ്ട്? ചിങ്ങൻ രാശിയിലുണ്ട്, തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട്. മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ 1200 ഇടവമാസം 24-ാം തീയതി മുതൽ കർക്കിടക മാസം 12-ാം തീയതി വരെ 51 ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു. സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്, സൂര്യൻ്റെ മൂലക്ഷേത്രമാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും. തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തൻ്റെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു 51 ദിവസം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ 51 ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ 12 രാശിക്കാരുമെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിനിടയിൽ ഒരു വാക്ക്, നമ്മുടെ ചാനൽ ഇപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് 32 ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു. 20,000-ഓളം സബ്സ്ക്രൈബേഴ്സായി. 2600-ഓളം വീഡിയോ ഡോക്ടർ മഹാരാജ് നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു. ലോകം മുഴുവനും ഡോക്ടർ മഹാരാജ് എന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട്. അത് വളരെയധികം സന്തോഷദായകമാണ്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്ത് കൊടുക്കുക, പകർന്നു കൊടുക്കുക, വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വയ്ക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളത്. അതിനു മുമ്പ് എന്താണ് ചിങ്ങൻ രാശി? മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങം രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ ഇത്രയും കാലം കഴിഞ്ഞ 4-5 മാസമായി നീചസ്ഥനായി 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചൊവ്വ 2 ആധിപത്യമുള്ള ഗ്രഹമാണ് ചിങ്ങൻ രാശിക്കാർക്ക്. ഒന്ന് അവരുടെ 4-ാം ഭാവാധിപനാണ്. എന്താണ് 4-ാം ഭാവം? ധർമ്മദൈവങ്ങൾ, അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, ഭൂമി, വാഹനം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വയാണ് കഴിഞ്ഞ
ഇത്രയും ദിനങ്ങളായി നീചസ്ഥനായി വീണ്ടും വക്രിയായി പോയി വന്ന് തിരിച്ച് വന്ന് ഇപ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനുമപ്പുറം ചൊവ്വ 9ാം ഭാവാധിപനാണ്. തൻ്റെ ഗുരു, കാരണവർമാർ, പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ദേവതാഭിഷയം, തൻ്റെ പിതാവിൻ്റെ ആൾക്കാർ, ഇവരൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായിരുന്നു ഈ ചൊവ്വ. വളരെ ദുർബലമായി 4-9 ഭാവാധിപത്യം, ഒരാളുടെ ഭാഗ്യം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. ഏറ്റവും ദുർബലമായി 12ാം ഭാവത്തിൽ നീചസ്ഥനായി നിന്നത് ഇത്രയും കാലം. അതിനാൽ അതിൽ നിന്നും ഒരു വലിയ മാറ്റം ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന ചൊവ്വ പ്രദാനം ചെയ്യും ചിങ്ങൻ രാശിക്കാർക്ക്. പല കാരണങ്ങളുമുണ്ട്. ഇവിടെ ചൊവ്വ വൃശ്ചികൻ രാശിയുടെ അധിപനായി 4ാം ഭാവത്തിലേക്ക് നോക്കുന്നു. അതിനാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ അപ്രകാരം തന്നെ വളരെയധികം ഗുണപരമായ പല മാറ്റങ്ങളും ഈ ചൊവ്വ പ്രദാനം ചെയ്യുന്നതാണ്. ഭൂമി ക്രയവിക്രയങ്ങൾ, തനിക്ക് വിൽക്കാനുള്ള ഭൂമി വിൽക്കുക എന്ന മഹത്തായ ദൗത്യങ്ങളൊക്കെ ചെയ്യാം. അതിനു പുറമെ 9ാം ഭാവം പൈതൃകമായ സ്വത്തുകളൊക്കെ വരേണ്ടുന്ന സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും പല രീതിയിലും ഫാമിലിയുമായി ഉണ്ടായിരിക്കാം. അതിൽ നിന്നൊരു മാറ്റം, പലപ്പോഴും തെറ്റിപ്പിരിഞ്ഞ് വീട് മാറിപ്പോയവരൊക്കെ തന്നെ വീണ്ടും തൻ്റെ തറവാട്ടിലേക്ക്, ജന്മഗൃഹത്തിലേക്കൊക്കെ വരേണ്ടുന്ന സമയമാണ്. കോംപ്രമൈസ് ചെയ്യണം. ഈ ചൊവ്വ ചിങ്ങൻ രാശി സ്വതവേ അഗ്നിരാശിയാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ശാരീരികമായ വിഷയത്തിൽ അത്ര നല്ലതല്ല. ചൊവ്വ ആരുടെ കൂടിയാണ് നിൽക്കുന്നത്? കേതുവോട് കൂടിയാണ്. അതിനാൽ ഈ 51 ദിവസക്കാലം ചൊവ്വ പ്രവേശിച്ച് വരുന്ന സമയം വളരെയധികം ശാരീരിക വിഷയം ശ്രദ്ധിക്കണം. ന്യൂറോ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, ഹൈ BP സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, രക്തദൂഷ്യം വരിക, ഇങ്ങനെ ധാരാളം ശാരീരികമായ ക്ലേശങ്ങൾ ഈ ചൊവ്വ ഉണ്ടാക്കും ചിങ്ങൻ രാശിക്കാർക്ക്. പല വിഷയത്തിലും തൻ്റെ ഈഗോ, കടുംപിടുത്തം, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത അവസ്ഥകൾ സംജാതമായാൽ തനിക്ക് വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തും ഈ ചൊവ്വ. അതാണ് ഏറ്റവും അധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുക. അതിനാൽ ഈഗോ മാറ്റിവെക്കണം. കാരണം കഴിഞ്ഞ 4-5 മാസമായി അനുഭവിച്ച മാനസിക പ്രയാസത്തിൽ നിന്നും മാറിയിട്ട് വേനലിൽ ഒരു മഴ പോലെ വരുന്ന ഈ ചൊവ്വയാണ്. ഈ ചൊവ്വയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ സാമ്പത്തിക വിഷയത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. ചൊവ്വയുടെ ആശ്രയഫലം അത്ര നല്ലതല്ല. നിസ്വക്ലേശസഹ അഭയ വനചര അല്പതാരാത്മജ. ഇവിടെ നിസ്വഹ നിർഗതം സ്വം യസ്യ സഹ, ധനം തനിക്ക് കൈവിട്ടു പോകും. അതിനാൽ തന്നെ തീരുമാനങ്ങളിൽ ഒരു തരത്തിലുമുള്ള പാളിച്ചകൾ വരാൻ പാടില്ല. ചൊവ്വ പെട്ടെന്ന് പ്രകോപിതനാവും ഒരു വ്യക്തിക്ക്. ആ വ്യക്തിയെ പ്രകോപിതനാക്കും. ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടും. സാഹസികനാണ് ചൊവ്വ. എന്താണ് സാഹസികൻ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ യത്കാരിന്ദു യഹ അസമീക്ഷ കരോതി, ആരാണോ അങ്ങേറ്റം ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അയാളാണ് സാഹസവാൻ. അതിനാൽ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ 51 ദിവസക്കാലം ക്ലേശങ്ങൾ ധാരാളം സഹിക്കേണ്ടി വരും. വനചരഹ, പലപ്പോഴും ഉയർന്ന ഭൂമിയിലുള്ള പ്രദേശത്തൊക്കെ പോകേണ്ടി വരും. കാട് കയറി, കുന്നുകയറി പോകേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കൃഷി സംബന്ധമായ അല്ലെങ്കിൽ മെറ്റൽ മൈനിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ധാരാളം സഞ്ചരിക്കേണ്ടുന്ന അവസ്ഥ കൈവരും. വനചരഹ, കാട് കയറിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പധാര ആത്മജഹ, സന്താന വിഷയത്തിൽ ഭാര്യയെയും മക്കളെയും ഒക്കെ വിട്ടു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുക. ഇവിടെ ലഗ്നത്തിലെ ചൊവ്വ വളരെയധികം ശാരീരിക ക്ലേശങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാക്കും. വിലഗ്നേകുജയ ദണ്ഡലോഹ അഗ്നിഭീതി. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ലഗ്നത്തിൽ ചൊവ്വ വരുമ്പോൾ ദണ്ഡലോഹ അഗ്നി, അഗ്നി കൊണ്ടുണ്ടാകുന്ന ഭയം, ലോഹം കൊണ്ടുണ്ടാകുന്ന ഭയം, ദണ്ഡം ആയുധം കൊണ്ടുണ്ടാകുന്ന ഭയങ്ങൾ ശ്രദ്ധിക്കണം. തപേൻ മാനസം കേസരിക്കും ദ്വിതീയ, പരാക്രമം കൊണ്ടൊരു സിംഹമായിരിക്കും, പക്ഷെ മനസ്സ് തപിക്കും. അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ വ്യക്തിക്ക് വരും. കളത്രാധിഘാത ശിരോനേത്ര പീഡ, ശിരസ്സിനും കണ്ണുകൾക്കും അസുഖമുണ്ടാകും. സ്വതവേ ചിങ്ങൻ രാശി അഗ്നിരാശിയാണ്. അവിടെ മറ്റൊരു അഗ്നിഗ്രഹം നിൽക്കുന്നു, അതിന് പുറമെ കേതുവും നിൽക്കുന്നു. അപ്പോൾ ശിരോരോഗങ്ങൾ, ഞാൻ പറഞ്ഞു BP സംബന്ധിച്ചുള്ള രോഗങ്ങൾ, നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കളത്രാധിഘാത, ഭാര്യ മുതലായവയ്ക്ക് ആഘാതങ്ങൾ ഉണ്ടാകും. ഭാര്യയ്ക്ക് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാകും. വിഭാഗേ ഫലാനാം സദൈവോപസർഗ, പല കാര്യങ്ങളും ആലോചിച്ച് ചെയ്താലും അവസാനം പുഴുക്കുത്ത് വരും. ഒരു ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്ത് കാണുന്നത് പോലെ പല കാര്യങ്ങൾക്കും ഈ ചൊവ്വ എടുത്തു ചാടി വ്യഗ്രത കാണിച്ചാൽ തനിക്ക് എന്തുണ്ടാകും? അതിനെക്കൊണ്ട് കഷ്ടനഷ്ടങ്ങളുണ്ടാകും.
തൻ്റെ ഈഗോ തന്നെ ഭരിക്കാൻ സമ്മതിക്കരുത്. ഇവിടെ നന്നായി സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണം. ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും ഒക്കെ ഈ 50 ദിവസം ചെയ്യുക. സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് ത്രിമധുരം പഞ്ചാമൃതം വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശി പ്രേക്ഷകർക്കും നല്ലൊരു 51 ദിനക്കാലം ചൊവ്വ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.